അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞാണ്ട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ഇവിടം വരെയായിരുന്നു. വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി പാർട്ടുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു. അടുത്ത ചടങ്ങാണ് കേട്ടോ. അതുപോലെ ഈ ഒരു സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ച് പരിപാടി ഇരിക്കാനുണ്ടോ, കാരണം ചുറ്റും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു, എന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ എന്തോ എനിക്കറിയത്തില്ല, ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ പറയാൻ എനിക്ക് പറ്റുന്നില്ല. ടെൻഷനാണോ എന്തുവാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി റെഡിയായിട്ട് ഞങ്ങൾക്ക് റിസപ്ഷന് പോകണം. അങ്ങനെ നേരെ വന്നു. ഇതുപോലെ പാലും പഴമൊക്കെ കൊടുക്കുന്ന ചടങ്ങില്ലേ, അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ഫുഡൊക്കെ വാരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം 5 മണിക്കാണ് നമുക്ക് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പോസ്റ്റ് വെഡിങ് റിസപ്ഷൻ. വീട്ടിൽ നിന്ന് എല്ലാവരും അന്നേരമാണ് വരുന്നത്. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഇനി കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് 3:30 തൊട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു കുറച്ച് നേരത്തെ കുറച്ച് മൊമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോസ് ഹൈലൈറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാം കിട്ടിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോസ് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.